ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എല്ലാ തരിശുഭൂമികളും പച്ചത്തുരുത്തുകളാക്കി മാറ്റാനുള്ള പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായി. ഇരിട്ടി നഗരസഭയിലെ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ വൃക്ഷത്തൈകൾ നട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുക്കണം എന്നൊരു നയം ഈ ഗവൺമെന്റ് മുന്നോട്ടേക്ക് വെച്ചു. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മിഷൻ തന്നെ രൂപവൽക്കരിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത്. ഹരിത കേരള മിഷൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളാണ് പലരും നട്ടുപിടിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ആ ലക്ഷക്കണക്കിൽ ഒരു 10,000 വൃക്ഷമെങ്കിലും ഒരു ദിവസം വളരണം, അല്ലെ ഒരു വർഷക്കാലം കൊണ്ട് സംരക്ഷിക്കപ്പെടണം, വളരണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു ഏപ്രിൽ മാർച്ച് മാസം നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ തന്നെ വളരെ ഭീകരമായ രീതിയിലുള്ള ചൂടാണ് നമുക്കെല്ലാം അനുഭവപ്പെട്ടത്. പാലക്കാടിനെ പോലെ കണ്ണൂർ ജില്ലയിലും ചൂട് അനുഭവിക്കുകയാണ്. നമ്മളെല്ലാവരും അതിന് ബദലായി എല്ലാ വീട്ടിലും എയർ കണ്ടീഷൻ വാങ്ങി വെക്കുകയാണ് പ്രതിരോധമായി നമ്മൾ ചെയ്തത്. ചൂട് കൂടുമ്പോൾ എയർ കണ്ടീഷൻ വാങ്ങി വെക്കുകയല്ല, മറിച്ച് ചൂട് കൂടുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഓരോ പ്രദേശവും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പച്ചപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കണം. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നത്. വളരെ നല്ല ഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ്. നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയുള്ള മുൻകൈ അവരെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി ലഭിച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പിടിച്ച് പറയേണ്ട ഒരു കാര്യം, നമുക്കറിയാം നല്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. എന്ന രീതിയിൽ കർശനമായ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയും അത് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശനമായി നടപടിയെടുക്കാനും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടപെടുന്നു. നമുക്കറിയാം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അത് കുറ്റമാണെന്നുള്ളത്, അല്ലെങ്കിൽ പുഴയിൽ അറവു മാലിന്യം കൊണ്ടിട്ടാൽ കുറ്റമാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ നാട് നല്ല വിദ്യാസമ്പന്നരാണെങ്കിൽ പോലും മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിലും അറവു മാലിന്യം പുഴയിൽ കൊണ്ടുതള്ളുന്ന കാര്യത്തിലും ഇപ്പോഴും നമ്മൾ പലയിടത്തും പല ആളുകളും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ശ്വസിക്കുന്ന ഈ വായു, നമ്മൾ ഈ നിൽക്കുന്ന ഈ മണ്ണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം ഭാവി തലമുറയ്ക്ക് നൽകേണ്ട ഉത്തരവാദപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് മുൻപേയുള്ളൊരു തലമുറ ഇതെല്ലാം നമ്മൾ ഏൽപ്പിച്ചു പോയിരിക്കുകയാണ്. അതുപോലെ എത്രയും ഭംഗിയായി വരുന്നൊരു തലമുറ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രവേശനോത്സവത്തിന് പോയപ്പോൾ അവിടെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകിയിട്ടുള്ള ഒരു നാട്ടുമാവാണ്. അവിടെ പ്രവേശനം നേടിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും നാട്ടുമാവാണ്. ഈ മാവ് വാങ്ങിയൊരു കുഞ്ഞിനോട് എന്തിനാണ് നമ്മൾ മാവ് വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് ചിരിച്ചോണ്ട് പറഞ്ഞത് വീടെടുക്കുമ്പോൾ മുറിച്ച് ജനലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് എന്താണ്? നമ്മളെല്ലാം മരം മുറിക്കുന്നു, വീടെടുക്കുന്നു, ജനലുണ്ടാക്കുന്നു, കട്ടിലുണ്ടാക്കുന്നു. അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് മരം വെക്കുന്നത് കട്ടിലുണ്ടാക്കാനും ജനലുണ്ടാക്കാനും വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. എന്നാൽ ജനലുണ്ടാക്കാനല്ല, കട്ടിലുണ്ടാക്കാനല്ല, നമുക്കൊരു തണലേകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവരെയെല്ലാം പഠിപ്പിക്കേണ്ടതുണ്ട്. ആ പഠിപ്പിക്കേണ്ടത് പാഠപുസ്തകത്തിൽ നിന്നല്ല, പാഠപുസ്തകത്തിനപ്പുറത്തുള്ള ഒരു ജീവിത പാഠമുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് വേണം. അത് ഹരിതകർമ്മ സേനയ്ക്ക് 50 രൂപ മാലിന്യങ്ങൾ എടുക്കാൻ വേണ്ടി വരുമ്പോൾ 50 രൂപ കൊടുക്കുന്നത് പോലും ചിലർ ശപിച്ചിട്ടാണ്, കൊണ്ടുപോട്ടെ തൊലയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചിലർ കൊടുക്കുന്നത്. ഇത് കേൾക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ വീട്ടിലെ മാലിന്യമാണ് അവർ ശേഖരിക്കുന്നത്. പക്ഷെ അവരോട് പോലുള്ള സമീപനം നല്ല വിദ്യാസമ്പന്നരുടെ ഭാഗത്ത്, സമ്പത്തുള്ളവരുടെ വീട്ടിൽ നിന്ന് പോലുള്ള പ്രതികരണമാണ് ഞാൻ പറയുന്നത്. പലർക്കും ബോധമില്ലാത്തതൊന്നുമല്ല, പക്ഷെ ബോധമില്ലാത്തതുപോലെ പലരും അഭിനയിക്കുകയാണ്. ഇപ്പോൾ വലിയ ചൂടുകൾ കൂടുന്നതിൻ്റെ വലിയ ഭവിഷ്യത്തുകൾ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടേറെ മാലിന്യങ്ങൾ ഈ പറയുന്ന പുഴയിലും ഒക്കെ തള്ളുന്നതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ജൂൺ 5 പരിസ്ഥിതി ദിനം എന്നുള്ളത് മരം നടാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇതെല്ലാം സംരക്ഷിക്കാനുള്ള ഒരുപക്ഷെ സന്ദേശം നാട്ടിൽ പ്രചരിപ്പിക്കാൻ. അത് ഒരു ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകുക. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നമ്മൾ അതിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ്.
അതിനു വേണ്ടിയിട്ടുള്ളതാവട്ടെ ഈ വർഷം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം നമ്മൾ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ.കെ. സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലെ 24 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ 37 ഇടങ്ങളിലാണ് പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. ഇരിട്ടി നഗരസഭയിലെ എടക്കാനത്ത് 1 ഏക്കർ ഭൂമിയിലാണ് വിവിധ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നത്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം നൽകിയ മുഹമ്മദ് പുന്നാട്, വള്ളിത്തോട് മലനാട് നഴ്സറി ഉടമ KR ശ്രീധരൻ, ഭക്തദാസ് ഉർവര, ഇരിട്ടി ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി എന്നിവരെ പരിപാടിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആദരിച്ചു. ഓർമ്മമരം പരിപാടിയുടെ 2024 വർഷത്തെ ഉദ്ഘാടനം ചിത്രകാരിയും ഇരിട്ടി നഗരസഭാ ശുചിത്വ അംബാസിഡറുമായ വിദ്യാ സുന്ദർ നിർവഹിച്ചു. ഇങ്ങനെയുള്ള മരങ്ങൾ ഫ്രൂട്ട് ട്രീസ് നിറയെ വെച്ച് പിടിപ്പിക്കണം. കാര്യം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ അത് വളരെയധികം ഉപകാരം ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെയ്യുക അത് പറ്റുകയുള്ളൂ. കാര്യം വെള്ളം കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണം മനുഷ്യരെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് മൃഗങ്ങളും. അപ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഈ വെള്ളവും ഭക്ഷണവും കഴി തന്നെയാണ്. നമ്മളാണ് അത് മനസ്സിലാക്കി അവർ നമ്മളാണ് ചെയ്ത് കൊടുക്കുക. അവരൊന്നും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക. ഫ്രൂട്ട് ട്രീസ് ഇവിടെ മുഴുവനും നിറയെ നട്ട് കഴിയുമ്പോഴത്തേക്കും ഐ തിങ്ക് എത്രമാത്രം കിളികളും ശലഭങ്ങളും ഒക്കെ ആയിരിക്കും വരിക. ഇത് കൂടി അതിമനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇരിട്ടി നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ, നഗരസഭാ സെക്രട്ടറി രാകേഷ് പലേരിവീട്ടിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ബൾക്കീസ്, MK രവീന്ദ്രൻ, TK ഫസീല, K സുരേഷ്, K സോയ, കൗൺസിലർമാരായ AK ഷൈജു, P ഫൈസൽ, V ശശി, K മുരളീധരൻ, PP ജയലക്ഷ്മി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ KV രാജീവൻ, CDS ചെയർപേഴ്സൺ K നിധിന എന്നിവർ സംസാരിച്ചു.